റെസിപ്പി വീഡിയോ അല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്, ഒരു കുഞ്ഞു വ്ളോഗാണ്. കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്, ഞാൻ പെരുന്നാളിൻ്റെ ദിവസം, പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി അടക്കം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് പുൽപ്പള്ളി ഭാഗത്താണ് കേട്ടോ, ചെതലയം എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. അപ്പോൾ പോകുന്ന സമയത്ത് എടുത്ത കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ സിപ്പപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ കടന്നു പോകണേ വീട്ടിലേക്ക്. അപ്പം ഒരു ബത്തേരിയിൽ നിന്നൊരു 10 കിലോമീറ്റർ അകലത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. 6 മൈലിൽ നിന്നുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ബത്തേരി പുൽപ്പള്ളി റൂട്ടിനാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. അപ്പം ബത്തേരിയിൽ നിന്ന് കഴിയുമ്പോൾ ഒരു 3 മൈൽ നമുക്ക് സ്ഥലം കഴിയുമ്പോൾ ഫുള്ള് ബാക്കിയുള്ള മൊത്തത്തിൽ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു മെസ്സ് ഉള്ളത്. ഫേമസ് ആയിട്ടുള്ള ഒരു മെസ്സ് തന്നെയാണിത്. അപ്പോൾ അത് അവർ ഫാമിലി തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതിലുള്ള ഫേമസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നല്ലൊരു വൈബാണ് കേട്ടോ. ഈ 2 സൈഡിലും നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഫോറസ്റ്റിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ ആ ഒരു വൈബിലൂടെ നമുക്ക് എത്തിപ്പെടുന്നത് തന്നെ നല്ല കിഡിലും ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് തന്നെയാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. രാത്രി സമയത്തൊക്കെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പോകുന്ന സമയത്തൊന്നും ഒരു മൃഗത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മക്കളൊക്കെ ആനനെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ പോകുന്ന സമയത്ത് പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമല്ല, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ പ്ലേസാണിത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഈ ബത്തേരി ഭാഗത്തേക്കൊക്കെ വരുന്നവർ എന്തായാലും ഈ ഒരു പ്ലേസിലൂടെ കടന്നു പോകട്ടോ. നല്ല കിഡിലൻ വൈബുള്ളൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. വെറൈറ്റി എന്നുള്ള സാധാരണ നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ കഴിക്കാറുണ്ടല്ലോ, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി കൂട്ടാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ബോട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടി, കപ്പ, അതൊക്കെയാണ് മെയിനായിട്ട് അവർ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റുള്ളൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ മജീദ് ഖാൻ്റെ മെസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ളൊരു മെസ്സ് തന്നെയാണ് കേട്ടോ. KMS എന്നുള്ള ഒരു പേരിലാണ് ഈ ഒരു കട അറിയപ്പെടുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ട് ഒന്നും അവർ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൂട്ട് തന്നെയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം കഴിച്ചവർ പിന്നെയും തേടി വരുമെന്നാണ് പറയാറുള്ളത് കേട്ടോ. അത്രയ്ക്കും തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വൈകുന്നേരം കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്തൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെസ്സ് നടത്തുന്നത് മജീദ് ഖാൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ. മജീദിക്കും അവർ ഫാമിലി തന്നെയാണ് ഈ ഒരു മെസ്സ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ മജീദ് ഖാൻ മെസ്സിലൊക്കെ ചെറിയൊരു മെസ്സിലൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു മെസ്സ് തന്നെയാണിത്. ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു നല്ല കിഡിലെ ടേസ്റ്റുള്ള ഫുഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. സ്പെഷ്യൽ ടേസ്റ്റാണ് ഇവിടുത്തെ എല്ലാ ഫുഡിനും തന്നെ. അപ്പോൾ ഇതിലൂടെ ഒന്ന് പാസ് ചെയ്യുന്നവരെന്തായാലും ഇവിടെ ഒന്ന് കയറിയിട്ട് ടേസ്റ്റ് ചെയ്യാതെ ഒരാളും പോവാറില്ല കേട്ടോ. അത് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടോ. ഒരു പ്രാവശ്യം വന്നവർ പിന്നെയും വരാറുമുണ്ട്. അത്ര കിടിലൻ ടേസ്റ്റുള്ളൊരു ഫുഡ് തന്നെയാണിത്. പിന്നെ ഇവിടുത്തെ വേറൊരു കോമ്പിനേഷനാണ് കപ്പയും ബോട്ടി കേട്ടോ. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട്, നല്ല റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്